ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് വെള്ളം വെച്ച് ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതുക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ ചപ്പാത്തി പരത്തി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി പ്രത്യേക ആകൃതിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് പരത്താൻ വയ്ക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ്റെ കറി ഉണ്ടാക്കി. പിന്നെ ബാക്കിയുള്ളത് കുറച്ച് ചൂടാക്കി എണ്ണയിലിട്ട് ചൂടാക്കി എടുത്തു. പിന്നെ ഇന്ന് ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് കുക്കറിൽ ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് അടുപ്പത്ത് ഇങ്ങനെ വറുത്തെടുക്കണം. കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ചക്കക്കുരു കറി നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം കേട്ടോ. പല മോഡലിൽ വെക്കാം. അപ്പോൾ ഇപ്പുറത്ത് ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ചക്ക ഒന്ന് ഇങ്ങനെ ഞുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരപ്പ് ഇതിൽ പാർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് വറുത്തരച്ച ചക്കക്കുരു കറി. അപ്പോൾ അത് തൂമിച്ചെടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് എണ്ണയിലിട്ട് നന്നായി ചോത്തതിന് ശേഷം അതിൽ കറിവേപ്പില ഇട്ടിട്ട് നമുക്കത് തൂമിച്ചെടുക്കാം കേട്ടോ. പുളി പാർന്നിട്ടും ഉണ്ടാക്കും കേട്ടോ. വെറും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് അങ്ങനെയും ഉണ്ടാക്കും ചക്കക്കുരു, ഇങ്ങനെയും ഉണ്ടാക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചക്കക്കുരു കറി. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ ഇന്നത്തെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചോറും ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, പഴുത്ത മാങ്ങ. അപ്പോൾ അത് ഉപ്പിരിരുമ്പി. അപ്പോൾ ഇത് രസമാണ് ഇങ്ങനെ കഴിക്കാൻ പഴുത്ത മാങ്ങ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആക്കണേ.